നമസ്കാരം. ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ലഭിച്ചില്ല എന്നുള്ളതാണ്. ഇക്കുറി ഒരു വനിതയ്ക്കാണ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. മരിയ കൊറീനോ മച്ചാഡോ എന്ന വെനിസ്വേലയിലെ പ്രതിപക്ഷ നേതാവിനാണ് ഇക്കുറി സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത്. വെനിസ്വേലയിലെ രാഷ്ട്രീയ പോരാട്ട രംഗത്തെ വളരെ സജീവ സാന്നിധ്യമാണ് മച്ചാഡോ. അതുകൊണ്ട് തന്നെ ഒരു വനിതാ രാഷ്ട്രീയ നേതാവിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുന്നത് ഏറെ അഭിനന്ദനാർഹമായൊരു കാര്യമാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വലിയൊരു തിരിച്ചടി തന്നെയായി മാറിയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ തനിക്ക് സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം ലഭിക്കണമെന്നും അതിന് ലോകത്ത് നിന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും അർഹനായ വ്യക്തി താനാണെന്ന് നിരന്തരമായി ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ടായിരുന്നു. ഈ ലോകത്തെ 8 പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ അവസാനിപ്പിച്ചത് താനാണ് എന്ന് ട്രംപ് അവകാശപ്പെട്ടിരുന്നു. ഈ അവകാശവാദങ്ങൾ പലതും കള്ളമാണെന്ന് പിന്നീട് അതത് രാജ്യങ്ങൾ തന്നെ തെളിയിച്ചിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ ഏറ്റുമുട്ടലുണ്ടായപ്പോൾ അത് അവസാനിപ്പിച്ചതും താനാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതും, എന്നാൽ തൊട്ടു പിന്നാലെ ഇന്ത്യ ഇക്കാര്യം നിഷേധിച്ചിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചതിൽ ഒരു മൂന്നാം ശക്തി ഇടപെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഇന്ത്യ അന്ന് വ്യക്തമാക്കിയിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ പീസ് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ചില അടിക്കുറിപ്പുകളൊക്കെ തന്നെ ഇട്ടിരുന്നു. തനിക്ക് നൊബേൽ സമ്മാനം ലഭിച്ചേ കഴിയൂ എന്നുള്ള ഒരു നിലപാടിലേക്ക് ട്രംപ് എത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം നേരത്തെ നൊബേൽ സമ്മാനം ലഭിച്ചിരുന്ന അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ബരാക് ഒബാമയെ അതിരൂക്ഷമായി കളിയാക്കുകയും വിമർശിക്കുകയും തന്നെ ചെയ്തിരുന്നു. ഒരു ജോലി ചെയ്യാതിരുന്നതിനാണ് ഒബാമയ്ക്ക് അവാർഡ് കിട്ടിയത് എന്നും അദ്ദേഹം കളിയാക്കി പറഞ്ഞിരുന്നു. ഏതായാലും അമേരിക്കയെ സംബന്ധിച്ചും ട്രംപിനെ സംബന്ധിച്ചൊക്കെ തന്നെ ഇത് വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. കാരണം ട്രംപിന് സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം ലഭിക്കാൻ അർഹതയില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. നേരത്തെയും ട്രംപിൻ്റെ എതിരാളികൾ പറഞ്ഞിരുന്നതും ട്രംപിന് ഇത് ലഭിക്കാനുള്ള അർഹതയില്ല. കാരണം അദ്ദേഹം ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളിൽ യുദ്ധം നടക്കുന്ന സമയത്തൊക്കെ തന്നെ അവർക്ക് ആയുധം നൽകി സഹായിച്ചത് ട്രംപാണ്. അതുപോലെ വലിയ തോതിൽ തീരുവ ഈടാക്കി പല രാജ്യങ്ങളെയും അദ്ദേഹം വട്ടം ചുറ്റിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഡൊണാൾഡ് ട്രംപിന് ഒരിക്കലും നൊബേൽ സമ്മാനം നൽകരുത് എന്നുള്ള നിലപാട് അദ്ദേഹത്തിൻ്റെ എതിരാളികളും സ്വീകരിച്ചിരുന്നു. ഏതാണ്ട് 300-ലധികം നോമിനേഷനുകളാണ് ഇക്കാര്യത്തിൽ നൊബേൽ അവാർഡ് കമ്മിറ്റിക്ക് ലഭിച്ചിരുന്നത്. അതിൽ നിന്നാണ് ഇപ്പോൾ ഈ ഒരു വനിതയെ ഈ സമ്മാനത്തിന് അർഹയായി തിരഞ്ഞെടുത്തിരിക്കുന്നത്.